ഒന്ന് വരുമോ? ഞാൻ കാണുമ്പോൾ തന്നെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1:30 മണിയായപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. വീട്ടിൽ ഉറങ്ങിയത് ഞങ്ങൾ തലേന്ന് പിന്നെ വാപ്പനെയും മുന്നേ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പെങ്ങളെ വീട് മേപ്പാടിലേക്ക് കൊണ്ട് വരാനുള്ള പ്ലാനിങ്ങിൽ പോയതാണ്. അങ്ങനെ വീട്ടിലെത്തി. പിന്നെ വീട്ടിൽ പറഞ്ഞാൽ ഞാൻ അങ്ങാടി പോയി വരാം ഒരു 8 മണിയായപ്പോൾ ഏകദേശം. അപ്പം മഴ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങാടി പോയി ഫ്രണ്ട്സ് ഇപ്പം മരിച്ച എൻ്റെ കസിൻ സംസുവും അതുപോലെ കമർ അവരൊക്കെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ അവിടുന്ന് കണ്ടപ്പോൾ അവർ പോകാനുള്ള പ്ലാനിങ് ഒന്നുമില്ല, കുറച്ച് മഴ കുറവാണ്, അപ്പം ഇനി പോകണ്ട എന്നുള്ളക്ക് നിന്ന്. അങ്ങനെ ഞാൻ അവരോടൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിലെത്തിയപ്പം അവർ പറഞ്ഞു മഴ കുറവല്ല, വീട്ടിൽ നിന്ന് പറഞ്ഞു മഴ കുറവാണ്, നമുക്ക് പ്ലാനിങ് നാളത്തേക്ക് ആക്കി. ഞാനും കുറച്ച് ക്ഷീണമായതുകൊണ്ട് ഞാനും വീട്ടിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഞാനും കടന്നു ഉറങ്ങിപ്പോയി. പിന്നെ സൗണ്ട് കേൾക്കുന്നത് പിന്നെ ഇവർ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. 1:30 മണിയായപ്പോൾ ആ 1:30 മണിക്ക് എണീറ്റ് ടോർച്ച് വന്ന് ഫാദർ വന്ന് വിളിച്ച് പിന്നെ ടോർച്ച് കയ്യിൽ തന്ന് ടോർച്ച് എടുത്ത് ഞാൻ പുറത്തിറങ്ങിയപ്പം ഇവർ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഏകദേശം മരങ്ങളൊക്കെ വന്ന് അടഞ്ഞിടക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം ഇതാണ് സാധനം എന്നല്ല. അച്ഛൻ വേറെ എവിടെയെങ്കിലും പിന്നെ എന്തെങ്കിലും ഈ വെള്ളം കൂടിയിട്ട് ഇപ്പം ഈ ഓജാലൂടെ പോകുമ്പോഴുള്ള സൗണ്ട് പോലെയാണ്. ഭയങ്കര പിന്നെ ഭയങ്കര ലൗഡായിരുന്നു സൗണ്ട്, ഭയങ്കര നല്ല ബേസ് ഉണ്ടായിരുന്ന സൗണ്ട്. അപ്പം ഒന്നും മനസ്സിലാവുന്നില്ല, ആദ്യമായിട്ട് കേൾക്കുക അങ്ങനത്തെ സൗണ്ട്. പാറകളൊക്കെ ഇങ്ങനെ ഉരുണ്ട് വന്ന് ഒരു നേരക്കം ഒരു മുഴക്കം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉടൻ തന്നെ അവിടുന്ന് കയറി. അപ്പം ഓരോ വീട്ടിൽ നിന്ന് ടോർച്ചടി കാണുന്നുണ്ട്. കറണ്ട് ഇല്ലായിരുന്നു, ടോർച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ടോർച്ച് എല്ലാവരും വീട്ടിലേക്കും അടിച്ച് എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇവരെ പിന്നെ ഹസ്ബൻഡുണ്ട് സസാക്ക, പിന്നെ ഇവരെ വീട്ടുകാർ, പിന്നെ അതിൻ്റെ അപ്പുറത്തിൻ്റെ വേറൊരു കസിനുണ്ട്, ഓരോ വീട്ടുകാർ തൊട്ടടുത്തുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് മദ്രസയിലേക്ക് കയറി. ഇതേപോലെ തന്നെ ഇവരും ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ഉള്ള കുറച്ച് ബാക്കിയായ ആളുകൾ ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് ഇതായി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ സൗണ്ട് ഇതിലും കൂടുതൽ ഉള്ള ഒരു ശക്തമായിട്ടുള്ള രീതിയിൽ വീണ്ടും പൊട്ടി. അപ്പം പിന്നെ എല്ലാവരും പേടിച്ചു, ഭയങ്കര പാനിക്കായി. എല്ലാവരും അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി. ലാസ്റ്റ് അവരെ കൂട്ടിയിട്ട് ഈ പറഞ്ഞ പിന്നെ ഡിസ്പെൻസറി ഭാഗത്തേക്ക് പോയി. പിന്നെ അവിടുന്ന് കുറേ ആളുകൾ പിന്നെ 10 ഏക്കർ റിസോർട്ടിലേക്ക് മാറി. ഇതാണ് പിന്നെ ആദ്യം എല്ലാവരും ഉണ്ടായത്. പിന്നീട് 3ാമത്തെ കൂടി പൊട്ടിയപ്പോൾ പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഇനിയിപ്പം ആരും ബാക്കിയാവില്ല, എല്ലാവരും പോകുന്നുള്ളത് മനസ്സിലായി. അപ്പോഴും ഏകദേശം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, താഴ്ന്ന കരച്ചിലും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, കാരണം ഇതിങ്ങനെ പൊട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്കറിയില്ല നമ്മളെ ജീവൻ എവിടെയാണ് ഇതിലെ വരുന്നത് നമുക്കറിയില്ലല്ലോ. നമ്മൾ ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല. ടോർച്ചിൻ്റെ ഇതിൽ മാത്രം ആ സ്മെല്ലടിക്കുന്നുണ്ട്, മണ്ണിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട്. പിന്നെ ഈ മരങ്ങളൊക്കെ വന്നിട്ട് ഒരു പ്രത്യേകതരം സ്മെല്ലായിരുന്നു. അപ്പം ഏകദേശം പൊട്ടി ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. അത്രയും വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ ഈ പൊട്ടി പാറുമ്പോൾ തന്നെ കല്ലടിച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട് മൊത്തം. നല്ല ശക്തിയായിട്ടുള്ള രീതിയിലാണ് വന്നുള്ളത്. പിന്നെ നേരം വെളുത്തപ്പോഴാണ് കരച്ചിലേക്ക് ഒരു 5:30 മണിയായപ്പോൾ ഒരു വെളിച്ചം ഇങ്ങനെ ഏകദേശം ചെറുതായിട്ട് വന്നപ്പോഴാണ് താഴെ പോയപ്പോഴാണ് ഇതേമാതിരി എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായത്. പിന്നെ കുട്ടികളെ ഒരു 2 ആളെ കെട്ടി. പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു 3-4 ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. പിന്നെ അവിടുന്ന് പിന്നെ അപ്പോഴേക്ക് ഏകദേശം ഒരു 7 മണിയായപ്പോഴേക്ക് ഈ വലിയ പാറക്കെട്ടുകൾ വന്ന ഇടയിൽ കൂടെ നമ്മൾ നാട്ടിലെ ആളുകളെത്തി. ഏകദേശം പിന്നെ ഒരു 10-20 ആളോളം വന്നു. പിന്നെ ഇവിടെ പഴയ ഒരു മെമ്പറുണ്ട് കലാംക, അവരൊക്കെയാണ് അവിടെ ഫസ്റ്റ് എത്തിയത്. ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ നമുക്കറിയുന്നില്ല. ഇവർ ഇത്രയും വലിയൊരു പുഴ, അത്രയും വെള്ളം 3-4 ലെയറായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന സ്ഥലത്തൂടെ ഒരു ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് ഇപ്പുറത്തേക്ക് വന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെ അവിടെ എത്തി? അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല, അവിടെ എത്തണം, എല്ലാവരും വേണ്ട ബാക്കിയുള്ളവരൊക്കെ ഇവിടെയാണ്, ഞങ്ങൾ മാത്രമാണ് മേപ്പാടി ഇവിടെയൊക്കെ താമസിക്കുന്നത്. അപ്പം നമുക്ക് അതുകൊണ്ട് വന്നതാണ്, നമുക്ക് എന്തായാലും ഇനി വേറെ ഒന്നും പറയണ്ട, പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം എല്ലാവരും വിളിച്ചു. പിന്നെ അപ്പോഴേക്ക് പറഞ്ഞു പിന്നെ ഇതിങ്ങനെ എയർ ലിഫ്റ്റിങ്ങിൻ്റെ പിന്നെ ഇത് നടക്കുന്നുണ്ട്, ചർച്ച നടക്കുന്നുണ്ട്, ഹെലികോപ്റ്റർ വരും, അല്ലെങ്കിൽ പിന്നെ നമുക്കവിടെ താൽക്കാലിക ബ്രിഡ്ജ് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് ആളുകളെ കേട്ടാണ്. അപ്പോഴും ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താനുള്ളൊരു മാർഗ്ഗമല്ല. ഈ ഭാഗം റോഡ് ഏകദേശം അങ്ങോട്ട് ചളി അടിച്ച് കയറിയിട്ട് നമുക്ക് കാണുന്നില്ല. റോഡിൻ്റെ അവിടെയൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പിന്നെ കല്ല് വന്നിട്ടുണ്ട്, നടന്നു പോകാനൊന്നും പ്രായ ആളുകളുണ്ട്, അവർക്കൊന്നും നടന്നു പോകാൻ കഴിയില്ല. കുറച്ച് പിന്നെ കേട്ടു ഏകദേശം മിലിറ്ററി വന്നിട്ടുണ്ട്. മിലിറ്ററി വന്ന സ്ഥിതിക്ക് അവിടെ താൽക്കാലിക പാലം ഇതൊക്കെ ചെയ്തിരുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 1:30-2 മണിയായപ്പോഴേക്ക് ഇവർ എല്ലാവരും എത്തി, ഫുൾ ടീം എത്തി. നമ്മളെ കേരളത്തിൽ ഏകദേശം അറിയപ്പെടുന്ന എല്ലാ റെസ്ക്യൂ ടീമുകളും നമ്മളെ മിലിറ്ററി അതുപോലെ മറ്റുള്ള നമ്മളെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്നെ സേനകളും കാര്യങ്ങളൊക്കെ എത്തി അവിടെ.
പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറെ കുറുക്ക് വഴി, അതായത് കുറുക്ക് എന്ന് പറയാം, അതായത് പിന്നെ കാട്ടിലൂടെ കുറഞ്ഞൊരു അതിലൂടെ ഇറങ്ങിയിട്ട് റോഡിലേക്ക് എത്തി. അവിടുന്ന് പോയി ഞങ്ങൾ പാലത്തിലേക്ക് എത്തിയപ്പോഴാണ് അവിടുത്തെ ഒരു അവസ്ഥ ഉണ്ട്. അവിടെ കുറേ ആളുകൾ നമ്മളെ പിന്നെ ഈ റെസ്ക്യൂ ടീമിനെ കണ്ടപ്പോൾ എല്ലാവർക്കും കുറച്ച് സമാധാനമായി. അപ്പം പിന്നെ അവരവിടെ കാത്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഞങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അത്രയും ഇതായിട്ട് നിൽക്കുകയാണ്. ഏകദേശം ഞാനൊരു ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ 1000 ആളുകളിൻ്റെ മുകളിൽ അവിടെ ഉണ്ട്. നാട്ടുകാരിൽ പുറമെ നാട്ടുകാർ വേറെ ഉണ്ട്. അപ്പോഴേക്ക് അത്ര ആൾ ഓടി എത്തിയിരുന്നു. അവിടെ എത്തി ഏകദേശം 4 മണിക്ക് ആയപ്പോഴേക്കും ആളുകൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റാതെ ഞങ്ങൾ ഏകദേശം ഒരു കുന്നിൽ കയറിയിട്ട് ഇതിങ്ങനെ കാണുകയാണ്. അവരപ്പുറം നിന്ന് എങ്ങനെ ക്രോസ് ചെയ്യും, എങ്ങനെ ഇവിടുന്ന് ഞങ്ങളെ ഇവിടുന്ന് എടുക്കും എന്നുള്ള രീതിയിൽ നിന്ന് പിന്നെ അവിടെ എത്തി. പിന്നെ അപ്പോഴേക്ക് ഹെലികോപ്റ്ററൊക്കെ വന്ന് കുറച്ച് ആളുകൾ കുറച്ച് ഞങ്ങൾ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ കുറച്ച് അവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പോൾ അവരെ പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഞങ്ങളെ ബൈ റോഡ് വഴി ഞങ്ങൾ മേപ്പാടിലേക്ക് എത്തിച്ചു. പിന്നെ എല്ലാവരും ക്യാമ്പിലേക്കും അതുപോലെ ഫാമിലിയിലുള്ള ആളുകളെ കണക്ട് ആയിട്ടുള്ള ആളുകൾക്ക് വീട്ടിലേക്കും മാറി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആദ്യമൊക്കെ എത്രയും ഇഷ്ടപ്പെട്ട നാടായിരുന്നു, പോകാൻ തോന്നുന്നില്ല. അതെ. പിന്നെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഭയങ്കര ഭയം പോലെ ഒരു അവസ്ഥയായി. കാരണം അത്രയും ടൂറിസം മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്ന് ഇപ്പോഴാണൊന്ന് പോപ്പുലറായി നമ്മുടെ നാട്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ടൂറിസം കൊണ്ട് ഒരുപാട് ഡെവലപ്പായി. കച്ചവടക്കാർക്കൊക്കെ ഒന്നൊരു ഉഷാറായി വന്ന സമയം അപ്പോഴേക്കും എല്ലാം ഈ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന എൻ്റെ ഫ്രണ്ട് ഷംസു, അമ്മേൻ്റെ മോനാണ്. അവന് പോയി അവൻ്റെ വാപ്പ, ഉമ്മ, പിന്നെ അവൻ്റെ മക്കൾ, അതിൽ ഒരാളെ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ജ്യേഷ്ഠൻ്റെ മോനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫാമിലിയിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു 20 ആളോളം മരിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ഫാമിലി കണക്ഷൻസ് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ചിട്ട് അങ്ങനെയുള്ള ബന്ധമുള്ള ആളുകളാണ്. അവരൊക്കെയാണ് എല്ലാവരും പോയത്. അല്ലെങ്കിൽ കുറേ ആളുകൾ പ്രവാസത്തിലുള്ള ആളുകളാണ്. പിന്നെ അവരൊക്കെ ഇങ്ങോട്ട് വന്നു. പ്രവാസികളായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് നൗഫൽ എന്ന് പറഞ്ഞ ആൾ തന്നെ, അവൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 ആളായിട്ട് പോയി. അവൻ ഒറ്റക്കാണ്. ഞങ്ങളിപ്പോൾ അവനെ കൂടെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ മേപ്പാടി ഒരു റൂം എടുത്തിട്ട് ഞങ്ങൾ അവനെ കൊണ്ട് കൂടെ. അതുപോലെ എൻ്റെ ഒരു നൗഫൽ മാത്രമേ ഉള്ളൂ, ഇനി ബാക്കി നൗഫൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇന്ന് അവൻ്റെ ഒരു ബ്രദറിൻ്റെ ബോഡി കിട്ടി. അങ്ങനെ ഉള്ളൊരവസ്ഥയാണ്.